നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മൾ പലരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് കോഫിയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ കോഫി കുടിക്കുന്നത് ചില ആളുകൾ പാലൊക്കെ ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള രൂപമാണോ? അപ്പോൾ നമ്മൾ പാൽ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോഫിയും പാലും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പലർക്കും ആ ഒരു കയ്പോ അല്ലെങ്കിൽ പാലും കോഫിയും കൂടി ആവുന്ന സമയത്ത് കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പം അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ പാല് നമുക്കിപ്പോൾ ഡയറ്റിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പാൽ എടുക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല. നിങ്ങൾ സ്കിമ്മഡ് ആയിട്ടുള്ള മിൽക്ക് എടുക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പാടൊക്കെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു തിന്നായിട്ടുള്ള മിൽക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റുക അല്ലെങ്കിൽ മെറ്റബോളിസം കൂട്ടിയെടുക്കാൻ പറ്റുന്നത് ബ്ലാക്ക് കോഫി കഴിക്കുന്ന സമയത്താണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, കട്ടൻ ചായ ഓക്കെ ആണോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണോ ഏറ്റവും നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കട്ടൻ ചായയേക്കാളും ഗുണങ്ങൾ തരുന്നത് കട്ടൻ കാപ്പി തന്നെയാണ്. അതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാതെ എടുക്കുന്ന സമയത്താണ് അത് ശരിക്കും ബോഡിക്ക് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ടൻ കാപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ക്ലോറോജനിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതുള്ളത് കാരണം തന്നെ ഇത് നല്ല രീതിയിലാണ് മെറ്റബോളിസം ബൂസ്റ്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാറ്റ് കുറയ്ക്കാൻ, ശരീരത്തിലുള്ള ഫാറ്റ് ബേണിന് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ദിവസം 1-2 തവണ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബ്ലാക്ക് കോഫി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് മറ്റുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ്, അതായത് ഹെൽത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ്റെ നെയ്യ് ഒരു ടീസ്പൂണൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഫാറ്റ് റിഡക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുക, അതായത് ലോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ അതിനകത്ത് ഈ ഒരു ബട്ടർ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട്. അപ്പോൾ ഈ ബട്ടറിനേക്കാളും കുറച്ചും കൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഗീ ആണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗീ ഇട്ടിട്ട് നിങ്ങൾക്ക് കോഫി ആയിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു ഫാറ്റിൻ്റെ റിഡക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗുണങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ മധുരടാതെ ഈ രീതിയിൽ തന്നെ കഴിക്കുക. അത് 2 നേരമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അളവിൽ ഇത് കുടിക്കേണ്ട ഒരു ആവശ്യകതയില്ല. പലർക്കും കോഫി എടുക്കുന്ന സമയത്ത് ഉറക്കം പെട്ടെന്ന് ഇല്ലാണ്ടാവുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ബോഡിയിലോട്ട് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലരിലും കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് എടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഡയറ്റ് എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആഴ്ചയിൽ 4 ദിവസം നമുക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യാവുന്നതാണ്. ബാക്കി 3 ഡേയ്സ് ഇത് വേണ്ട. 4 ഡേയ്സ് മാത്രം എന്ത് ചെയ്യുക, 2 നേരമായിട്ട് ഈ പറഞ്ഞ കോഫി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗീ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളതിനെ ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് എപ്പോഴും എന്ത് ചെയ്യാം, കീപ്പ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇത് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ ഇതെടുക്കുക. അപ്പം നമുക്ക് കുറച്ച് കഴിയുന്ന സമയത്ത് വിശപ്പും അത്ര പെട്ടെന്ന് വരില്ല. നമ്മൾ വിചാരിക്കും കോഫിയൊക്കെ മധുരടാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിശക്കില്ലേ എന്നൊക്കെ. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ വയറിന് കുറച്ചൊരു ഫുൾനെസ് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് രാവിലെ തന്നെ നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പല വെയിറ്റ് കൂടിയ വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മെഡിസിൻസ് തരുന്ന ഡോക്ടേഴ്സിനോട് ചോദിക്കാം, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ഫാറ്റി ലിവറുള്ള വ്യക്തികളിൽ, ആ ലിവറിന് ചുറ്റുള്ള കൊഴുപ്പ് നല്ല രീതിയിൽ തന്നെ കുറച്ച് കളയാൻ അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പ് നല്ല രീതിയിൽ ബേൺ ചെയ്യാൻ ഈ ഒരു കോഫി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ 1 മാസം ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1 മന്തിൽ ഈ കോഫിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചേഞ്ചസ് ഉണ്ട്, നിങ്ങളുടെ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു കോഫി മാത്രം എടുത്തിരിക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഡയറ്റ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു മെയിൻ ഡയറ്റ് ഉണ്ടായിരിക്കും. ആ ഡയറ്റിൻ്റെ കൂടെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ കോഫി, ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ എടുക്കുക അല്ലെങ്കിൽ
ബുള്ളറ്റ് പ്രൂഫ് കോഫി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോഫി എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻസും ഫാറ്റും റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം കൂടുതലായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഡെയിലി ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് ചോറ് കഴിക്കുക, രാത്രിയും ചോറ് കഴിക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ കോഫിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ നല്ലൊരു മാറ്റം പെട്ടെന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നല്ലൊരു ഡയറ്റ് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ കോഫിയും കൂടി ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കോഫി ഉണ്ടാക്കേണ്ട വിധം എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും നമുക്ക് കൂടുതൽ പറയാനൊന്നുമില്ല. കാരണം നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് തിളച്ചതിന് ശേഷമാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗീ ആഡ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് നല്ല ഗുഡ് കൊളസ്ട്രോൾ, നല്ല ഹെൽത്തി ഫാറ്റുകളാണ് ഈ പറയുന്ന രണ്ടിലും ഉള്ളത്. ഗീയിലാണെങ്കിലും കോക്കനട്ട് ഓയിലാണെങ്കിലും ഇത് രണ്ടും ചൂടാക്കുന്ന സമയത്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ചൂടാക്കാൻ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഗീയും കോക്കനട്ട് ഓയിലാണ് ചൂടാക്കാൻ ബെസ്റ്റ്. അതായത് ഈ സൺഫ്ലവർ, പാം ഓയിലൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചും കൂടി ഒരു ഡേഞ്ചർ ഫോമാണ് ചൂടാക്കി കഴിയുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ചൂടാക്കുക അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും ഒരു പരിധിയിൽ കൂടുതലായി പോകരുത്. ഇപ്പോൾ കോക്കനട്ട് ഓയിലും അല്ലെങ്കിൽ ഗീയൊക്കെ ഒരു പരിധിയിൽ അളവ് കൂടുന്ന സമയത്താണ് എന്തുണ്ടാക്കുന്നത്, കൊളസ്ട്രോൾ കൂട്ടുന്നതും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും അത് ലിമിറ്റഡ് ആയിട്ട്, ഇപ്പോൾ ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഗീ എന്ന് പറയുന്നത് ഒരു 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗീ ആണ് നമുക്കൊരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിലും 3 to 4 ടീസ്പൂൺ, അതിൽ കൂടുതൽ കോക്കനട്ട് ഓയിൽ നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്യരുത്. 3 to 4 ആണെങ്കിൽ നമ്മൾ പലരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതിനെ നന്നായിട്ട് ചൂടാക്കി, അല്ലെങ്കിൽ ഈ ഫിഷൊക്കെ വറുത്ത് കഴിക്കണമെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് കോക്കനട്ട് ഓയിൽ അത്യാവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഫിഷ് അധികം വറുത്ത് കഴിക്കരുത്. ഇപ്പോൾ നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും വറുത്ത് കഴിക്കരുത്. മാക്സിമം എന്ത് ചെയ്യുക, അത് കറി വെച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രൂപം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളെല്ലാവരും ചെയ്യാൻ. അതാണ് ഞാൻ പറയുന്നത്. ഈ കോഫീനകത്തോട്ട് നമ്മൾ ഇത് ഒരു നോർമൽ രൂപത്തിൽ അങ്ങോട്ട് ഇട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മളെ ശരീരത്തിനകത്ത് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ആ ഒരു HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ കോഫി ഇഷ്ടമില്ലാത്ത വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു പല അസുഖങ്ങളും കുറയ്ക്കാൻ, തടി കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഒരു 1 മന്തിൽ തന്നെ ഉണ്ടായതെന്ന് ചെക്ക് ചെയ്യുക. ഫാറ്റി ലിവറുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് കോഫി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഡയറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.